ഹായ് കൂട്ടുകാരെ, ഇന്ന് രാവിലെ ചായക്ക് കടി പുട്ടെന്ന് വെച്ചാൽ വെറും പുട്ടല്ല, അതൊരുമാതിരി സ്പെഷ്യൽ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കുന്നത് കാണണ്ടേ കൂട്ടുകാർക്ക്? വരൂ കൂട്ടുകാരെ, ഇത് പുട്ട് തന്നെ. ഞാൻ അരിപ്പൊടി പിന്നെ ഉപ്പിട്ടിട്ട് ലേശം ജീരകം കയ്യിലിങ്ങനെ ഞെരടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് നനച്ച് ഒരു 10 മിനിറ്റ് ആയി വെച്ചിട്ട് നല്ല കുതിർന്നിട്ടുണ്ട്. ഇത് കുതിർന്നിട്ട് ഇപ്പം ഞാൻ പുട്ടുണ്ടാക്കാൻ പോവാം. എങ്ങനെയാണെന്നറിയാം പുട്ടുണ്ടാക്കുന്നത്? നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം ഇത് ചെറുതായിട്ട് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചില കുട്ടികൾ നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുത്താലും കഴിക്കില്ല, പഴുപ്പിച്ച് കൊടുത്താലും കഴിക്കില്ല. എൻ്റെ മോളും അങ്ങനെ തന്നെ. ഞാനതിന് ചെറിയ ചെറിയ പീസുകളാക്കി ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വേവിച്ചിട്ട് ഇതേപോലെ പീസാക്കി വേവിച്ചിട്ടും പുട്ടുണ്ടാക്കാൻ നല്ലതാണ്, കളർഫുള്ളായിരിക്കും. ഞാനിനി ഉണ്ടാക്കാം. ഞാൻ ചില്ലിട്ടു കേട്ടോ. ചില്ലിട്ടിട്ട് നാളികേരം ഇടുക. ആദ്യം ലേശം നാളികേരം മതി, ഇല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതിന് ശേഷം ലേശം നേന്ത്രപ്പഴം ഈ നുറുക്കി വെച്ചത്, ഇത് കട്ടാക്കി വെച്ചത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് പുട്ടുപൊടി. കണ്ടോ, ലേശം പുട്ടുപൊടി. ഇനി ലേശം നാളികേരം, ഇനി ലേശം ഇത് നേന്ത്രപ്പഴം നുറുക്കി വെച്ചത്, കട്ടാക്കി വെച്ചത്. കണ്ടോ, ഇങ്ങനെ ലേശം ഒരു ലെയറായിട്ട്, അധികം കട്ടിയൊന്നും വേണ്ട. ഇനി ലേശം പുട്ടുപൊടി ഇതിൻ്റെ മേലെ വയ്ക്കുക. കണ്ടോ, വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക. ടൈറ്റായിട്ട് അടയ്ക്കരുത്, നൈസായിട്ട്. ശരി, ഓക്കെ. നമുക്ക് വേവിച്ചെടുക്കാം. ഇത് പുട്ടും പാനിയിൽ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി ഇത് വെന്ത് റെഡിയാവാൻ വേണ്ടി. ഓക്കെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അമ്മമാർ ചെറിയ മക്കളൊക്കെ വേഗം കഴിച്ചോളും. ഇതിൻ്റെ കൂടെ പപ്പടം വേണം കേട്ടോ. പപ്പടം ഇന്ന് ഇവിടെ ഇല്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും ഞങ്ങൾ. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് പുട്ട്. പഴമൊക്കെ കണ്ടോ, നുറുക്കി വെച്ചിരിക്കുന്ന പഴമൊക്കെ നല്ല മണമാണ് ഇതിന് വെന്ത് വരുമ്പോഴേക്കും. കണ്ടോ കൂട്ടുകാർ, കണ്ടോ? ഇത് എല്ലാം പാകമായി വന്ന ഒരു പുട്ടാണ്. ഇത് കഴിക്കാം, മക്കൾക്ക് കഴിക്കാം. പപ്പടം ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ്. ഇവിടെ പപ്പടം ഇല്ല ഇപ്പം. ഓക്കെ, ഈ ഓൾസിൽ കൂടെ ഒക്കെ ആവി വരുന്നുണ്ട്. എന്നാലും ഒരു 2 മിനിറ്റും കൂടെ ഇരിക്കട്ടെ അവിടെ. നല്ലപോലെ വെന്ത് വരണമല്ലോ, അരിപ്പൊടിയല്ലേ. നല്ലതുപോലെ പാകമായില്ലെങ്കിൽ കഴിക്കാനും ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ ഇത് പുട്ട് കഴിക്കില്ല, കാരണം ചില ആൾക്കാർക്ക് നെഞ്ചെരിയും പുട്ട് കഴിച്ചാൽ. എരിയാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെയൊക്കെയുള്ള ട്രിക്കുകൾ ചെയ്യുന്നത്. നേന്ത്രപ്പഴം വേവിക്കുക, പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വേവിച്ച് അതിനകത്താക്കുക. അപ്പോൾ ടേസ്റ്റും ഉണ്ടാവും, നെഞ്ചെരിയില്ല. കണ്ട, സൂപ്പറായിട്ടുണ്ട്, കളർഫുള്ളായിട്ടുണ്ട്. പഴമൊക്കെ വെന്ത് നല്ല മണമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. പുട്ട് കഴിക്കാത്ത കുട്ടികൾക്കും നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. അത് ചെറിയ ഉള്ളിയാണ്, കണ്ണായിരിക്കട്ടെ. ശരി, ഇന്നത്തെ ചായയുടെ കടി പുട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.